ഇറാന്റെ ആക്രമണ ഭീഷണികൾക്കിടെ തങ്ങൾ എന്തിനും തയ്യാറാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമുള്ള അന്ത്യശാസനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത്. ഏതു സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ്. അത് ആക്രമണമായാലും പ്രതിരോധമായാലും. ഇസ്രായേൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന US മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഹിസ്ബുള്ളയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലിലെ ഉന്നത നേതാക്കൾക്ക് യുദ്ധസമയത്ത് ദീർഘകാലം സുരക്ഷിതമായി കഴിയാനായി അതിശക്തമായ ഭൂഗർഭ ബങ്കർ തയ്യാറായതായും അതിൽ ആണവ പഠനം ഉൾപ്പെടെ സജ്ജമാണെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഇതേ തുടർന്ന് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയുണ്ടായി. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന്റെ തലവന്മാരടക്കം പങ്കെടുത്ത യോഗത്തിൽ പ്രത്യാക്രമണത്തിന് സജ്ജമാകാൻ തീരുമാനിച്ചു. തിന്മകളുടെ കൂട്ടായ്മയ്ക്കെതിരെ ഇസ്രായേൽ ബഹുമുഖ യുദ്ധത്തിലാണെന്ന് പറഞ്ഞ നെതന്യാഹു ശത്രുക്കൾക്ക് കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശത്രുക്കളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തിനും ഏത് ഭാഗത്തു നിന്നായാലും കനത്ത വില ഈടാക്കും, നെതന്യാഹു പ്രഖ്യാപിച്ചു. ഏതാക്രമണത്തിനും അതിവേഗത്തിൽ മറുപടി നൽകാൻ ഞങ്ങൾ സർവ്വസജ്ജമാണെന്ന് നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ഞങ്ങൾ കരയിലും വായുവിലും വളരെ ശക്തമായി സജ്ജരാണ്. ആക്രമണത്തിനോ പ്രതികരിക്കാനോ വേഗത്തിൽ നീങ്ങാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും, ഗാലന്റ് പറഞ്ഞു. അതേസമയം ഇറാൻ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ തിങ്കളാഴ്ച ആക്രമണം നടത്തുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ G7 അംഗരാജ്യങ്ങളെ അറിയിച്ചത്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാതിരിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആന്റണി ബ്ലിങ്കൻ G7 വിദേശകാര്യമന്ത്രിമാരുമായി ഒരു കോൺഫറൻസ് കോൾ വിളിച്ചു ചേർത്തതായും റിപ്പോർട്ട് പറയുന്നു. ഇതിനിടെ ഇസ്രായേൽ അതിർത്തി കടന്നുള്ള ഇറാന്റെ ആക്രമണം തടയാൻ ഇറാനിൽ മുൻകരുതൽ ആക്രമണത്തിന് അനുമതി നൽകാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അനുമതി നൽകിയേക്കുമെന്നാണ് ഇസ്രായേലിന്റെ പ്രമുഖ ദിനപത്രമായ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. നെതന്യാഹു വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെൻറി ഹലേവിയും ഇസ്രായേലിലെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും തലവന്മാരായ ഡേവിഡ് ബർണിയ, റോൺ ബാർ എന്നിവരും പങ്കെടുത്തതായും റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം 300 ദിവസം പിന്നിട്ടതോടെ ഗാസയിൽ മരണസംഖ്യ 40,000 കടന്നിരിക്കുകയാണ്. പ്രതീക്ഷിക്കുന്ന പ്രത്യാക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാനും കൂടുതൽ വിനാശകരമായ പ്രാദേശിക സംഘർഷം തടയാനും അമേരിക്കയും സഖ്യകക്ഷികളും തയ്യാറെടുക്കുന്നു. ലോകം വലിയൊരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളെന്ന് ഇറാനെയും ഇസ്രായേലിനെയും എളുപ്പത്തിൽ വിശേഷിപ്പിക്കാം. ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കാമെന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന്റെ ഫലങ്ങൾ വിനാശകരമായിരിക്കും. ഈ ഒരു അവസരത്തിൽ ഇസ്രായേലിന്റെയും ഇറാന്റെയും കരുത്ത് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. വൻ രാഷ്ട്രീയ സ്വാധീനം, അതിശക്തമായ സൈനിക ശേഷി, ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ. 90,43,900 ജനസംഖ്യയുള്ള ഇസ്രായേലിൽ 1,70,000 സജീവ സൈനികരും 4,65,000 റിസർവ് സൈനിക വിഭാഗവും ഉണ്ട്. 1,376 ടാങ്കുകളും 43,407 കവചിത വാഹനങ്ങളും 650 പീരങ്കികളും 150 റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രായേലിന് ഉണ്ട്. ലോകത്തെ ഏറ്റവും ആധുനികമായ സൈന്യങ്ങളിൽ ഒന്നാണ് അവരുടെ വായുസേന. ആധുനിക F-35 പോർവിമാനങ്ങളടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ്. പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രായേലിന് ഉണ്ട്. 612 യുദ്ധവിമാനങ്ങളാണ് അവർക്കുള്ളത്. 500 മെർക്കാവ ടാങ്കുകളാണ് ഇസ്രായേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുൻപ് തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രായേലിന് കരുത്താണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ കൈവശം 80 ആണവ ബോംബുകൾ ഉണ്ട്. ഇതിൽ 30 വിമാനത്തിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളാണ്.
ബാക്കി 50 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നതുമാണ്. ആണവശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രായേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. എങ്കിലും അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രായേലിന്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാവുകയും ചെയ്യും. ഇനി ഇറാന്റെ കരുത്ത് പരിശോധിക്കാം. നിലവിൽ ആണവരാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിട്ടുമുണ്ട്. വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിന് വളരെ അടുത്താണ് ഇറാനെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. 7,90,50,000 ജനസംഖ്യയുള്ള ഇറാനിൽ 6,10,000 സജീവ സൈനികരും 3,50,000 റിസർവ് സൈനിക അംഗങ്ങളും ഉണ്ട്. 1996 ടാങ്കുകളും 65,765 കവചിത വാഹനങ്ങളും 580 പീരങ്കികളും 775 റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിൽ ഉണ്ട്. 551 യുദ്ധവിമാനങ്ങളും 186 ആക്രമണ വിമാനങ്ങളും ഉണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുടെ രാജ്യവും ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. സ്വന്തമായി ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഇറാൻ ഗണ്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഖൈബർ ബസ്തർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നാണ് വാദം. തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു. ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഹ് വികസിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ നേരിടുന്നത് ഹിസ്ബുള്ളയാണ്. ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നടത്തുന്നതിനായി ഇറാന്റെ പിന്തുണയിൽ 1980 രൂപീകരിക്കപ്പെട്ട സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഹിസ്ബുള്ളയ്ക്ക് ധനസഹായവും ആയുധവും നൽകുന്നതെന്ന ആരോപണവും നിലവിലുണ്ട്. ഇറാന്റെ ഷിയ ആശയം പിന്തുടരുന്ന ലെബനനിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് ഹിസ്ബുള്ള അവരുടെ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിലെ സംഘർഷം അതിശക്തമാകവേ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ എംബസികൾ അവരുടെ പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.